ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്സ്. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോഗ്രാം ചെറുപയർ പരിപ്പാണ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത്. അത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് വെക്കേഷനിൽ എൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ്. നമുക്ക് ഈ പായസം വെച്ച് തരുന്നത് എൻ്റെ അമ്മായിയുടെ ഹസ്ബൻഡാണ്. മൂപ്പര് അത്യാവശ്യം എല്ലാതും കുക്ക് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് പായസത്തേക്ക് കുറച്ച് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് എൻ്റെ ഉമ്മയാണ് തേങ്ങയൊക്കെ ചിരണ്ടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ പാലൊക്കെ എടുത്ത് റെഡിയാക്കുന്നത്. അപ്പോൾ 1 കിലോത്തേക്ക് നമ്മൾ 6 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്ത് ഒരു പാക്ക് പാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ചെറിയ ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ് നമുക്ക് പിന്നെ വേണ്ടത്. പിന്നെ കുറച്ച് ഏലക്കായും കൂടി ആവശ്യമുണ്ട്. അവസാനം നമ്മൾ തൂമിച്ചൊഴിക്കാനായിട്ട് നെയ്യും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും അണ്ടിയും വേണ്ടിയിരുന്നു. അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പ് നമ്മൾ ഒരൊറ്റ വിസിലടുപ്പിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു ചെമ്പട്ടിയിലേക്ക് ഈ വേവിച്ചെടുത്തിട്ടുള്ള ഈ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഒരൊറ്റ വിസിലടുപ്പിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് വീണ്ടും അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് ശർക്കര പാനി കൂടി അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ 1 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 അച്ച് ശർക്കര വീണ്ടും ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ 1 കിലോ ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ. ശർക്കരപ്പാനിയിൽ നമ്മൾ നന്നായിട്ട് അടി പിടിക്കാതെ ഈ ഒരു പായസം നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ ചട്ടകത്തിന് നല്ല നീളം കുറവായതുകൊണ്ട് തന്നെ ചെറിയൊരു പച്ചമട്ടൽ വെട്ടിയെടുത്തിട്ട് അതുമ്മൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയാണ്ടാണ് നമ്മുടെ ചട്ടകം നന്നായിട്ട് വലിപ്പം ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ചട്ടകത്തിൻ്റെ പരിപാടികളൊക്കെ മൂപ്പർ തന്നെയാണ് ചെയ്തത്. അങ്ങനെ അവസാനം ഇത് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് മറിയുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവസാനം നമ്മൾ ഒന്നാം പാലും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇറക്കി വെച്ചു. ഇനി നമ്മൾ ഒരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു പായസം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഫെല്ലു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്താ ആവാത്തത്, ആയോ റെഡി ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സമയമാകുമ്പോഴത്തേനും ആവും കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വീണ്ടും പോയി കളിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കിസ്മിസൊക്കെ നമ്മൾ നന്നായിട്ട് ഈ ഒരു നെയ്യിൽ ഒഴിച്ചിട്ട് വറുത്ത് കോരി എടുക്കുകയാണ്.
പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ നമ്മളെ പായസം, നമ്മളന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന പായസം. ആദ്യം മുതൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് പായസത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളിൽ നിന്ന്. ആദ്യം 1 കിലോ ശർക്കര വേണം. അതുപോലെ തന്നെ 1 കിലോ ചെറുപയർ പരിപ്പും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അണ്ടിയും മുന്തിരിയും, അതേപോലെ തന്നെ ചെറിയ ജീരകവും ഏലക്കായും, ഒരു പാക്ക് പാലും, 6 നാളികേരമാണ് നമുക്കിതിന് ആകെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ നമ്മൾ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. പിന്നീട് നമ്മളത് നന്നായിട്ട് കഴുകി കുക്കറിലൊരു വിസിലടുപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതൊരു ചെമ്പട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ശർക്കര പാനിയുമായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിളച്ചതിന് ശേഷം 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ആ 2-ാം പാൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഏലക്കായൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളത് വാങ്ങി വെച്ച് കൊടുക്കുക. വീണ്ടും അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടു പോയതാണ്, ഒരു പാക്ക് പാല് നമ്മൾ 1-ാം പാല് ഒഴിച്ച ആ ഒരു സമയത്ത് തന്നെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അങ്ങനെ നമ്മൾ അണ്ടിയും മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തെടുത്ത് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നല്ല അടിപൊളി പായസമാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.